എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് നോക്കാം. Five of Wands, Knight of Cups, Eight of Wands, Ace of Pentacles, Chariot moment, Ace of Wands. ആദ്യം തന്നെ 5 of Wands and Chariot moment ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ വളരെയധികം ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് ജീവിതം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന മുഹൂർത്തം ഈ ഒരു മാസത്തിൽ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോ, ചിലപ്പോൾ വീടിൻ്റെ പാല് കാച്ചൽ, അടുത്തിടയ്ക്ക് നിങ്ങൾ വീട്ടിൽ കയറി താമസിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹമോ നിശ്ചയമോ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വീട്ടിൽ വന്നിട്ടുള്ള ചില റിലേറ്റീവ്സോ ഈവൻ ഫ്രണ്ട്സോ ആവാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് ആ ഒരു രീതിയിൽ പറയുന്നതിനും പകരം ഒരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡ്രസ്സ് നന്നായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നിങ്ങൾക്ക് ചേരില്ല എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പറയുമല്ലോ. അപ്പോൾ അതായത് നിങ്ങളത് ഇട്ടിട്ട് ഭംഗിയില്ല, വേറെ നല്ല ആരെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിൽ അങ്ങനെയുള്ളൊരു കോംപ്ലിമെൻറ്റ് നമ്മൾക്ക് കേൾക്കുമ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നില്ല, മറിച്ച് ഒരു സർക്കാസം പോലെ തോന്നുന്ന ഒരു രീതിയാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവർ എപ്പോഴും ഒരു സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വിളിക്കുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ അപ്ബ്രിങ്ങിങ് ആയിരിക്കാം. അപ്പോൾ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള രീതി, അല്ലെങ്കിൽ അവർ റിലേറ്റീവ്സ് ആയിപ്പോയി അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്, അവരെ മാത്രം മാറ്റി നിർത്തി അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയാവാം. പക്ഷെ അങ്ങനെ ഒരു ചിന്ത കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ റൂയിൻ ചെയ്യാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി അവർ മടങ്ങിപ്പോയി കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തയാവാം. കാരണം ഇതൊക്കെ ഒരു ഭയങ്കര നെഗറ്റിവിറ്റിയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും അത് ചെയ്യുന്നു. കാരണം അവരെന്ത് വിചാരിക്കുക, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മളെ സ്വയം വിഷമിപ്പിക്കുന്ന ഒരു രീതിയാണ്. ആ രീതി നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ വേണ്ടാത്തവരെ പടിക്ക് പുറത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുമ്പോൾ അവരെ വിളിക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. നോ പറയാൻ പഠിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർ ചോദിക്കാം എന്തുകൊണ്ട് വിളിച്ചില്ല, അപ്പോൾ ഒരു വലിയ ഫംഗ്ഷൻ അല്ലായിരുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്തെങ്കിലും ആ രീതിയിൽ കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക്. അത് ചില ആളുകൾ തുറന്ന് പറയണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്, തുറന്ന് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് നെഗറ്റീവ് സംസാരങ്ങൾ താല്പര്യമില്ല എന്നുള്ള ഡയറക്റ്റായിട്ട് പറയുന്ന രീതി വരെയുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു ഷോക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അവരുടെ മുഖത്ത് തന്നെ നോക്കി ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞേക്കാം. കാരണം നിങ്ങൾ അത്രയും നിങ്ങളുടെ ഫീലിംഗ് ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ബോൾഡാണ് ഈ സമയത്ത്, വേണ്ട കാര്യങ്ങൾ പറയുന്നു, അനാവശ്യ സംസാരങ്ങളൊന്നുമില്ല. ഇതൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആകുമ്പോൾ കരിയറിലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ സഹായിക്കും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എന്നിട്ട് അവരായിരിക്കും വീണ്ടും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇല്ല. ഇപ്പോൾ ഒരു സഹായത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, ഐ ക്യാൻ മാനേജ് ഇറ്റ് എന്നുള്ളത് തുറന്ന് തന്നെ പറയാം. കാരണം അവർ പറയുമ്പോൾ അവർക്കെന്ത് തോന്നും, ഇവർക്കെന്ത് തോന്നും, അല്ലെങ്കിൽ ബോസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ്, തുറന്ന് പറയുന്നു, നോ ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ് അറ്റ് ഓൾ എന്നുള്ളത് പറയാം. അതിനെ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് പൂർണ്ണമായിട്ടും ചെയ്യാം. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതാവുന്ന സിറ്റുവേഷൻ നിർത്തലാക്കുകയും ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു പശ്ചാത്താപത്തിൻ്റെ ആവശ്യകത അവിടെ ഇല്ല. കാരണം ഈ ഒരു സമയം നിങ്ങൾ ക്ലിയർ ആണ്, അതുകൊണ്ട് പശ്ചാത്താപവും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വരുന്നില്ല. കാരണം നിങ്ങളൊരു ഗിൽറ്റ് ട്രിപ്പിലേക്ക് അയക്കാൻ ആർക്കും പറ്റുന്നില്ല, ബിക്കോസ് യു ആർ ക്ലിയർ. കാരണം നിങ്ങളൊരു തെറ്റും ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വർക്ക്, അവരുടെ വർക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളത്.
ഗ്രോത്ത് കരിയറിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്രെഡിറ്റ്, ടീം വർക്ക് സിറ്റുവേഷനിൽ വരുവാണെങ്കിൽ നിങ്ങൾ എക്സാക്ട്ലി ഏത് പാർട്ടാണ് ചെയ്യുന്നത് ആ പാർട്ട് കൃത്യമായിട്ട് വേറെ ആരും ഇൻവോൾവ് ചെയ്യാതെ നിങ്ങൾ മാത്രം ചെയ്യുക. ആ പാർട്ടിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അതായത് സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ വർക്കിനോടൊപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, അതേപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിൽ മുന്നേറുന്നു. ബിസിനസ്സിൽ മുന്നേറ്റത്തിന് ശേഷം നിങ്ങൾ അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചില ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചില ഓർഡേഴ്സ് വരുന്നുണ്ടാവാം. അതായത് ബിസിനസ് മുന്നോട്ടേക്കാണ് പോകുന്നതെന്നൊരു തെളിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഓൾറെഡി ബിസിനസ്സിലായിട്ടുള്ള ആളുകളൊന്നും ഡള്ളായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു മാസം അത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഒരു മാറ്റം എന്ന് പറയുന്നത് ചില നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർ ചിലപ്പോൾ നിങ്ങളുടെ അകന്ന ബന്ധു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ പേരിലെടുത്തത് കൊണ്ട് അവരെ പറഞ്ഞു വിടാൻ പറ്റുന്നില്ല. അവർ വർക്കിൽ ഒട്ടും നല്ലതല്ലായിരിക്കും. നിങ്ങൾ ഫൈനലി അവർ വർക്കിൽ നല്ലതല്ല സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ വർക്കിൽ നിന്ന് മാറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റി നിർത്തുന്നു എന്നുള്ളത് കൂടാതെ വർക്കിൽ നിങ്ങളുടെ എനർജി പൂർണ്ണമായിട്ടും കൊടുക്കുകയും വേണ്ടാത്തത് ആരായാലും എന്തായാലും ബിസിനസ്സിൽ ബന്ധം നോക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫ്യൂച്ചറിലേക്ക് ബന്ധത്തിൻ്റെ പേരിൽ ആരെയും ചൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ശേഷം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ പിരിച്ചുവിടാനുള്ള ചാൻസ് ഈ മാസം ഉള്ളതുകൊണ്ട് ചില വ്യക്തികൾ തമ്മിൽ അവർ അത് ചെയ്യേണ്ടെന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടിലത്തെ അവസ്ഥ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സഹതാപത്തിൻ്റെ പുറത്തല്ല ഓരോരുത്തരും ജോലിയിലേക്ക് പോകേണ്ടത്, അത് അവരുടെ കഴിവിൻ്റെ പുറത്തായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അത് പല ആളുകൾക്കും വളരെ ഇമോഷണൽ ഫൂൾസാണ് ആളുകൾ. എന്തൊരു ദുഷ്ടതരമാണ് ജോലിയിൽ നിന്ന്. പക്ഷെ ജോലിയിൽ പ്രാവീണ്യം കാണിക്കാത്തവരെ പറഞ്ഞു വിടുക എന്നുള്ളത് മോറലി കറക്റ്റാണ്. പക്ഷേ ഇമോഷണലി ആണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മോറലി കറക്റ്റ് ആയിരിക്കുമ്പോൾ പിന്നെ ഒരു ജഡ്ജിൻ്റെ അടുത്ത് ഒരാളൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിലെ അവസ്ഥ പറഞ്ഞാൽ നിയമം നടപ്പാക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇതൊന്നും ചിന്തിക്കുക. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളിൽ ചില ആളുകൾ നിങ്ങൾ മറ്റു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ തണുപ്പ് രാജ്യത്ത് ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് തണുപ്പുള്ള ഇടത്തേക്ക് ഓസ്ട്രേലിയൻ സൈഡിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പ് ഏതെങ്കിലും ഭാഗത്തേക്ക് ഒക്കെ നിങ്ങൾ ചേക്കേറി പാർക്കാനുള്ളൊരു ഇമിഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇമിഗ്രേഷന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. നല്ല ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്. അപ്പോൾ പുറത്തേക്ക് പോയി താമസിക്കാൻ ആഗ്രഹമുള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി സിറ്റുവേഷൻസാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് പേർപ്പസ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആവാനും ശ്രമിക്കുന്നുണ്ട്. അതായത് മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ, അതുപോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വിദേശത്തേക്ക് പോയിട്ട് നല്ല ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു മാസം പ്രിപ്പയർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വരുന്ന മാസങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ 8 ഓഫ് വോൺസ് ആൻഡ് ചാരിയറ്റ് എനർജിയാണ്. വണ്ടി വാങ്ങിക്കാനുള്ള ഒരു യോഗ ഈ ഒരു മാസം കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ പുതിയ കാറോ മറ്റോ വാങ്ങിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ സാധാരണഗതി എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു വിമാനയാത്രയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം
നിങ്ങളുടെ പാരൻസ്, അപ്പോൾ നിങ്ങൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ പാരൻസിനെ ആദ്യമായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. അവരുടെ ആദ്യത്തെ ഒരു വിദേശ യാത്ര, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അതൊരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഈ ഒരു മാസം. അപ്പോൾ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള കാര്യങ്ങൾ, മെച്യൂറായിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ എടുക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓൾറെഡി പറഞ്ഞതാണ്, അവർ ലൈഫിൽ മുന്നേറുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. ഇനി പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷമാണ് കുടുംബത്തിൽ. അതുകൊണ്ട് നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.